BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ മുറ്റത്തൂരിൽ നടന്നത് അപൂർവ സംഭവങ്ങളാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി 8 കോൺഗ്രസ് അംഗങ്ങളും കൂട്ടമായി പാർട്ടിയിൽ നിന്നും രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. രാജിവെക്കുന്നു എന്ന് കാട്ടി DCC അധ്യക്ഷന് കത്ത് നൽകിയ ഇവർ ശേഷം BJPക്കൊപ്പം ചേർന്നു എന്ന സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിച്ചു. അതേസമയം തന്നെ രാജിവെച്ചവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തു. 8 പഞ്ചായത്ത് അംഗങ്ങളാണ് പുറത്താക്കിയത്. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരിക്കാൻ BJP നടത്തുന്ന ഓപ്പറേഷൻ കമൽ മോഡലായിരുന്നു മറ്റത്തൂരിൽ സംഭവിച്ചത്. 24 അംഗങ്ങളുള്ള മറ്റത്തൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി LDF ആയിരുന്നു. 10 സീറ്റാണ് LDFിനുണ്ടായിരുന്നത്. കോൺഗ്രസിന് 8 അംഗങ്ങളും BJPക്ക് 4 അംഗങ്ങളും ഉണ്ടായിരുന്നു. 2 സ്വതന്ത്രരും വിജയിച്ചു. ഇവർ രണ്ടുപേരും കോൺഗ്രസ് വിമതരായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടായ നാടകീയ സംഭവങ്ങൾക്കിടെ 8 കോൺഗ്രസ് അംഗങ്ങളും രാജിവെച്ച് സ്വതന്ത്രരായി ജയിച്ച ടെസി ജോസഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ഒപ്പം BJPയും ടെസിയെ പിന്തുണച്ചു. അതേസമയം ഒരു BJP അംഗത്തിന്റെ വോട്ട് അസാധുവായി പോയി. കോൺഗ്രസ് വിമതരെ പാർട്ടിയിൽ നിന്നും തിരിച്ചെടുക്കുന്നതിലുള്ള അതൃപ്തി ചൂണ്ടിക്കാട്ടിയാണ് രാവിലെ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചത്. ശേഷം BJPയുമായി ചേർന്ന് ടെസി ജോസഫിനെ പിന്തുണയ്ക്കുകയായിരുന്നു. LDFിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടുകെട്ട് ഉണ്ടായത് എന്നതാണ് ആദ്യത്തെ വിലയിരുത്തൽ. അതേസമയം തന്നെ കോൺഗ്രസ് വിമതരായി മത്സരിച്ച് ജയിച്ച ഔസേപ്പിനെ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. ഇതിന് തടയിടാൻ കൂടിയാണ് കോൺഗ്രസ് അംഗങ്ങൾ BJPക്കൊപ്പം ചേർന്നത്. BJPയുമായി കൂട്ടുചേർന്നതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ മറ്റത്തൂരിൽ പ്രകടനവും നടത്തി. എന്നാൽ ഇപ്പോൾ മറ്റത്തൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആരും BJPയിലേക്ക് പോയിട്ടില്ല എന്നും പാർട്ടി തീരുമാനം ലംഘിച്ച വിമതരെ പിന്തുണച്ചതാണ് നടപടിക്ക് കാരണമെന്നും വ്യക്തമാക്കിക്കൊണ്ട് VD സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു വിമതൻ CPM പിന്തുണയിൽ പ്രസിഡന്റാകാൻ തീരുമാനിച്ചപ്പോൾ മറ്റൊരു വിമതനെ കോൺഗ്രസ് പ്രവർത്തകർ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും സതീശൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ സംഭവത്തെ വിമർശിച്ച പിണറായി വിജയനെ അവർ BJPയിൽ പോകാനായിരുന്നു പിണറായി വിജയന്റെ ആഗ്രഹമെന്നാണ് സതീശൻ പറയുന്നത്. അമിത്ഷായും മോദിയും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അത് ചെയ്യുന്നയാളാണ് മുഖ്യമന്ത്രിയെന്നും എന്നിട്ട് ഒരു പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെ പരിഹസിക്കാൻ വരികയാണെന്നും VD സതീശൻ വിമർശിച്ചു. തോറ്റു തൊപ്പിയിട്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പരിഹാസം പറയുന്നതെന്നും ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്ത് വിമർശിക്കുകയും ചെയ്തു. എന്റെയും BLMന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.